What's up, Chelsea fans, football fans? Welcome back to Chelsea Karen channel. Chelsea vs Shamrock Rovers 5-1 വിജയത്തിന്റെ മാച്ച് റിവ്യൂയിലേക്ക് അവർക്കും സ്വാഗതം. റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഹാപ്പി ബർത്ത്ഡേ ടു മീ. 20th ഡിസംബർ, അങ്ങനെ വീണ്ടും ഒരു ബർത്ത്ഡേ, വീണ്ടും ചെറുപ്പക്കാരനായിക്കൊണ്ടിരിക്കുന്ന ഞാൻ. അതോടെ തന്നെ നമുക്ക് മാച്ച് റിവ്യൂയിലേക്ക് ഇറങ്ങാം. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവസാനം ഞാൻ എൻസോ മറസ്കനെ കുറിച്ചിട്ടും മൊത്തത്തിലൊരു കൺക്ലൂഷനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഒരു നീണ്ട വീഡിയോ ആവില്ല, കാരണം ഷാംറോക്ക് റോവേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. എന്നാലും ഇമ്പോർട്ടന്റ് ബിറ്റ്സ് ആൻഡ് പോയിന്റ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ലൈനപ്പ്. രണ്ട് പകുതികളുടെ പെർഫോമൻസ്, പ്ലെയർ റേറ്റിംഗ്, എൻസോ മറസ്ക ആൻഡ് കൺക്ലൂഷൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ലൈനപ്പ്. നൗ ലൈനപ്പ് എനിക്ക് തോന്നുന്നു പ്രീ മാച്ച് അല്ല, ഞാനൊരു ചുമ്മാ ഒരു ലൈവിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി കമന്റ് ഇട്ടുണ്ടായിരുന്നു, ലൈനപ്പ് പ്രഡിക്റ്റഡ് ലൈനപ്പ് എന്താണെന്നുള്ളത്. അച്ചിയംപോങ്, ദിസാസി, ഗബ്രിയൽ വേഗ ആൻഡ് കുക്കുറയ. കാരണം കുക്കുറയ അടുത്ത മത്സരം എവേർട്ടൺ ആയിട്ടുള്ള ഒരു മത്സരത്തിൽ സസ്പെൻഡഡ് ആയതുകൊണ്ട്, എന്നാൽ അതിൽ കളിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പുള്ളിക്കാരനെ കളിപ്പിച്ചു. ഫിലിപ്പ് യോർഗൻസൺ. ആൻഡ് അത് തന്നെയായിരുന്നു ബാക്ക് ലൈൻ. ആൻഡ് ഞാൻ ശരിക്കും പറഞ്ഞ സർപ്രൈസ്ഡ് ആയിരുന്നു, കാരണം ദിസാസി എന്തെന്നാലും ദിസാസി അല്ല, ബാദ്യേഷൽ അവൈലബിൾ അല്ല, ഇഞ്ചുറി ആയതുകൊണ്ട്. അപ്പൊ ആരായിരിക്കും കളിക്കാൻ പോണെന്ന് നോക്കിയപ്പോഴത്തേക്കും വി ഹാഡ് ഈ പറയുന്ന പോലെ നമ്മുടെ ദിസാസി, ആക്സൽ ഡിസാസ്റ്ററും നമ്മുടെ ഗബ്രിയൽ വേഗയോ എന്ത് വേഗയാണ്, ഒരു വേഗ എനിക്ക് എന്ത് വേഗ പേര്, നമ്മുടെ വേഗയും നമ്മുടെ കുക്കുറയും. മിഡ്ഫീൽഡില് ഒട്ടും സർപ്രൈസ് ഉണ്ടല്ല, സേസർ കാസഡായി, ഡ്രൂസ്ബറി ഹോൾ ആയിരുന്നു മിഡ്ഫീൽഡിൽ പിവട്ടത്ത് വേണമെങ്കിൽ പറയാം. പിന്നെ ഫ്രണ്ടിൽ കളിച്ചത് നമ്പർ 10 ആയിട്ട് നമ്മുടെ എൻകുങ്കു, പിന്നെ ടൈറിക് ജോർജും നോണി മാഡോക്കയും പിന്നെ മാർക്ക് ഗിയുമാണ് നമ്മുടെ ലൈനപ്പ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരുന്നത്. സർപ്രൈസ്, ഫെലിക്സ് ബെഞ്ചിലായിരുന്നു. ഞാൻ ഫെലിക്സ് സ്റ്റാർട്ട് ചെയ്യാത്തപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും പ്രീമിയർ ലീഗിൽ എവർട്ടനെതിരെ കളിപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ മണക്കുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. മേ ബി ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നു, കാരണം എവർട്ടൺ ഒരു മിഡ് ടു ലോ ബ്ലോക്ക്, മിഡല്ല ഡബിൾ ലോ ബ്ലോക്ക് കളിക്കുന്ന ഒരു ടീം ആയതുകൊണ്ട് മേ ബി ഫെലിക്സിനെ അവിടെ കളിപ്പിക്കാനായിരിക്കും എന്നുള്ളവർ എന്റെ മനസ്സിലേക്ക് ചിന്ത പോയി. പിന്നെ ബാക്കിയുള്ളവരുടെ അവൈലബിലിറ്റി ബെഞ്ചിൽ ഉണ്ടായിരുന്നില്ല, കാർണെ ചുക്കോമൊക്കെ ഒന്നും ടീമിൽ ഉണ്ടായിരുന്നില്ല. ഇവരെ കുറിച്ച് ഞാൻ സംസാരിക്കാം ഇന്നത്തെ വീഡിയോയിൽ. കളി തുടങ്ങുന്ന ആദ്യ പകുതി സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നു, നമ്മൾ തന്നെ പ്രസ് ചെയ്ത് കളിക്കുന്നു. പക്ഷെ നമ്മൾ കാര്യമായിട്ട് ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഗോൾ കീപ്പറിനെ ത്രട്ടൻ ചെയ്യാൻ വേണ്ടി തക്കത്തിലൊന്നും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടായിരുന്നില്ല. ശരിക്കും ആദ്യത്തെ ഓപ്പൺ ചാൻസ് കിട്ടിയത് അവർക്കാണ്. അവര് ഒരു ബോള് ഈ പറയുന്ന പോലെ ക്രോസ് ചെയ്തിട്ട് അവരുടെ സ്ട്രൈക്കർ കെന്നി എന്ന് പറയുന്ന സ്ട്രൈക്കർക്ക് ഒരു നല്ലൊരു ഓപ്പൺ ചാൻസ് ക്രോസിൽ നിന്ന് കിട്ടിയായിരുന്നു. പുള്ളിക്കാരനത് മര്യാദക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. കണക്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ 1-0 അവര് തീർച്ചയായിട്ടും ലീഡ് ചെയ്തത്. പക്ഷെ ഐ തോട്ട് ദാറ്റ് വാസ് ഒരു ഗുഡ് അവേക്കനിങ് കോൾ ആയിരുന്നു. പിന്നെ രസകരമായ ഒരു ഇൻസിഡന്റ് ആണ് സംഭവിച്ചത്. അത് ഞാൻ ഹൈലൈറ്റ്സ് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്. അതായത് ഷാംറോക്ക് റോവേഴ്സ് ശരിക്കും പറഞ്ഞ ഒരു ലോങ് ബോൾ കളിക്കുന്നുണ്ടായിരുന്നു അവരുടെ റൈറ്റ് സൈഡിലേക്ക്, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പൊ ആ ലോങ് ബോൾ കളിക്കുമ്പോൾ പ്ലെയർ ഓടി വരുമ്പോൾ കുക്കുറെ ആ പ്ലെയറിനെ നല്ലോണം ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്ലെയർ അവരുടെ ഷാംറോക്ക് റോവേഴ്സിന്റെ പ്ലെയർ ബോൾ വിൻ ചെയ്യുന്നു. ടിപ്പിക്കലി തന്റെ പേസിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഒന്ന് നേരെ ഒരു തട്ടിയിട്ടൊരു ഓട്ടം ഓടായിരുന്നു. പക്ഷെ കുക്കുറെ അവിടെ കവർ ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ബോൾ എടുത്ത് തിരിച്ചു. വേറെ പ്ലേയേഴ്സ് ഒന്നും പുള്ളിക്കാരന്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു അവരുടെ തന്നെ മിഡ് ലൈനിൽ നിന്ന് ആ ബോൾ തിരിച്ചിട്ട് ഒരു ബാക്ക് പാസ് കൊടുത്തു. ഈ ബാക്ക് പാസ് കൊടുത്തത് രണ്ടാമത്തെ ഗോളിന് വേണ്ടിയിട്ടായിരുന്നു. അതെ, ആദ്യത്തെ ഗോളിനല്ല, രണ്ടാമത്തെ ഗോളിന് വേണ്ടിയിട്ടായിരുന്നു. ആദ്യത്തെ ഗോളിന് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ബാക്ക് പാസ് കൊടുത്തു. ഈ ബാക്ക് പാസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻഡർ ബോൾ എടുത്തിട്ട് പുള്ളിക്കാരൻ ഒരു പാസ് നേരെ ഗോൾ കീപ്പറിന് കൊടുക്കുക ചെയ്തത്. ഞാൻ എന്തുകൊണ്ട് ഇത് ഇത്രയും സീക്വൻസ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുക്കുറയുടെ ഇൻവോൾവ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോളിന് അല്ലെങ്കിൽ ആ ഒരു മിസ് പാസ് അല്ലെങ്കിൽ ഒരു ബാക്ക് പാസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിക്കാരൻ അത്രയും ഡിസ്റ്റൻസ് ഓടിയതും ആ പ്ലെയർ കുക്കുറേനെ കാണുന്നതും ആ ഒരു പക്ഷേ കുക്കുറേനെ വെട്ടിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മയും കൊണ്ടാണ് പുള്ളിക്കാരൻ അത് ബാക്കിലേക്ക് കൊണ്ടുവന്നത്. ആ ഒരു ഇൻവോൾവ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ആദ്യത്തെ ഗോളിലേക്ക് കിടക്കാം. ആദ്യത്തെ ഗോൾ ഭയങ്കര രസമായിരുന്നു. അതായത് നമ്മളങ്ങനെ നേരത്തെ കാര്യമായിട്ടൊന്നും ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ വേഗ ഒരു ഏരിയൽ ബോൾ നമ്മുടെ ഇവനിട്ട് കൊടുക്കുകയാണ്, ടൈറിക് ജോർജിന് ഇട്ട് കൊടുക്കുകയാണ്. ഏരിയൽ ബോൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഡിഫൻഡർ ഇങ്ങനെ പുറകിലേക്ക് ഓടുകയാണ്. ഏരിയൽ ബോൾ കാണുന്നു, ഡിഫൻഡർ ഗോൾ കീപ്പർക്ക് ഹെഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു കുഴപ്പമേ ഉള്ളൂ, അവരുടെ ഗോൾ കീപ്പറും ആ ബോൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഓടി വരികയാണ്. അപ്പോൾ അവരുടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ പുള്ളിക്കാരൻ ഹെഡ് ചെയ്ത് നേരെ ഗോൾ കീപ്പറിന്റെ മേലിൽ കൂടെ. ഇവിടെയാണ് ഒരു പോച്ചേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നത്. മാർക്ക് ഗിയു അത് കംപ്ലീറ്റ്ലി അവെയർ ആയിട്ട് പുള്ളിക്കാരൻ ഓടിച്ചെന്ന് ഹെഡ് ചെയ്തു. ഹെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ചെന്നിട്ട് പോസ്റ്റിലേക്ക് ഒരു ഇടിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഞാൻ വിചാരിച്ചു അവൻ മിക്കവാറും അവിടെ കിടപ്പാവുന്നു, പട്ടാന്ന് പറയുന്ന ഒരു ശബ്ദം. അവൻ എണീറ്റിട്ട് കൂളായിട്ട് ഓടി വന്നു. അത് ഒരുപാട് ട്വിറ്ററിൽ ആൾക്കാർ ഇതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് ഹെഡ്. അത് നമ്മൾ അങ്ങനെയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റലിലായി പോകാനൊക്കെ പറയുന്നുണ്ട്.
അത് പുള്ളിക്കാരൻ ഒരു പുഷ്പം പോലെ എണീറ്റ് വന്നു. അതോടെ നമ്മൾ ഒന്നാമത്തെ ഗോൾ അടിക്കുന്നു. പിന്നെ അവരും നമുക്ക് തിരിച്ചടിക്കുന്നു. അവരുടെ സെറ്റ് പീസ് വക അവര് ഒരു ഗോൾ അടിക്കുന്നു. അത് സെറ്റ് പീസ് ക്ലിയർ ചെയ്യുന്നു. അവർ ഷോട്ട് എടുക്കുന്നു. സെസർ കാസഡയുടെ കാലിൽ ഡിഫ്ലക്ട് ചെയ്ത് ഗോൾ 1-1. പിന്നെ ഈ പറഞ്ഞ രണ്ടാമത്തെ ഗോൾ അതേ ഉണ്ടായിരുന്നുള്ളൂ ഷാംറോക്ക് റോവേഴ്സിന് കാര്യമായിട്ടൊരു അറ്റാക്കിംഗ് ത്രെറ്റ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവരെ കംപ്ലീറ്റ്ലി പൂട്ടി. രണ്ടാമത്തെ ഗോൾ ഈ പറയുന്ന പോലെ നേരത്തെ ഞാൻ മാർക്ക് കുക്കറയുടെ ഇൻസിഡന്റ് പറയുന്നു. ബാക്ക് പാസ് കൊടുക്കുന്നു. ഇവിടെ മാർക്ക് ഗെയിനെ സമ്മതിക്കണം. അവന്റെ ഒരു പ്രസ്സിംഗ് ഇൻസ്റ്റിങ്റ്റും അവന്റെ ഒരു മൂവ്മെന്റും കാരണം ഗോൾ കീപ്പറിന് കിട്ടുന്നതിന് മുമ്പ് ബോൾ എടുത്തിട്ട് ഒരു ടൈറ്റ് ആംഗിളിൽ പുള്ളിക്കാരൻ ഓപ്പൺ പോസ്റ്റിലേക്ക് ഫിനിഷ് ചെയ്തു. 2-1. പിന്നീട് നമ്മൾ അവിടെ നിന്ന് കളി ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി, നമ്മൾ ബോൾ വിൻ ചെയ്യുന്നു. അവരുടെ പകുതി തന്നെ ബോൾ വിൻ ചെയ്യുന്നു. സെസറ കാസറെ കുക്കുറയ്ക്ക് റിലീസ് ചെയ്യുന്നു. കുക്കുറയെ നേരെ എൻകുങ്കിന് കൊടുക്കുന്നു. എൻകുങ്ക് പെനൽറ്റി ബോക്സിലേക്ക് ഉള്ളിലേക്ക് കയറുന്നു, ഓടുന്നു. ഡിഫൻഡർ ബോൾ വിൻ ചെയ്യുന്നു. ആ ബോൾ നേരെ പുറകിലേക്ക് വീഴുമ്പോൾ ഡ്രൂസ്ബറി ഹോളിന് കിട്ടുന്നു, ഗോൾ അടിക്കുന്നു. 3-1. കളി ഏകദേശം ജയിച്ചൊരു മട്ട്. പിന്നെ രണ്ടാം പകുതിയിൽ നമ്മൾ അട്ടർ ബട്ടർ ഡോമിനേഷൻ. ആ ഡോമിനേഷൻ രണ്ടാം പകുതിയിലാണ്, ആദ്യ പകുതി തന്നെയാണ്. എനിക്കൊന്ന് ആദ്യ പകുതി തന്നെയാണെന്ന് തോന്നുന്നു. ആദ്യ പകുതി തന്നെ ശരിയാ. നമ്മൾ വീണ്ടും ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നു. നോണി മാഡോയ്ക്ക് ബോൾ ഒരു ക്രോസ് പെനൽറ്റി ബോക്സിലേക്ക്, സെയിം മറ്റേ നമ്മുടെ കഴിഞ്ഞ ബ്രെൻഫോർഡിനെതിരെ കളിച്ച പോലെ അതേ ക്രോസ്. ഇപ്രാവശ്യം ഹെഡ് ചെയ്തത് മാർക്ക് ഗെയു. ഹെഡ് ചെയ്യുന്നു, ഗോൾ അടിക്കുന്നു. ഹാട്രിക്. 4-1. അങ്ങനെ ആദ്യ പകുതി നമ്മൾ ഹാട്രിക് ഹീറോ ആയി മാർക്ക് ഗെയു വെച്ചിട്ട് നമ്മൾ കളി ഡോമിനേറ്റ് ചെയ്യുന്നു. രണ്ടാം പകുതി പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ബോൾ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കിട്ടുന്നൊരു അവസരത്തിൽ എൻകുങ്കു കുക്കുറയെ റിലീസ് ചെയ്യുന്നു. ആൻഡ് കുക്കുറയെ ഒരു ടിപ്പിക്കൽ നമ്പർ 9 സ്ട്രൈക്കറിന്റെ ഒരു ബോൾ ഇങ്ങനെ ടച്ച് ചെയ്ത് പെനൽറ്റി ബോക്സിൽ നിന്ന് എടുത്ത് ഡിഫൻഡറിനെ കട്ട് ചെയ്ത് റൈറ്റ് ഫുട്ടും കൊണ്ടൊരു ഷോട്ട്, ഗോള്. 5-1. പിന്നെ വി കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ദ ഗെയിം. വളരെ റയർ ആയിട്ട് ഷാംറോക്ക് റോവേഴ്സിന് എന്തെങ്കിലുമൊക്കെ ചാൻസ് കിട്ടുന്നുള്ളൂ. ആൻഡ് വി വർ കംപ്ലീറ്റ്ലി ഡോമിനേറ്റിംഗ്. അതോടെ തന്നെ നമുക്ക് പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. യോർഗൻസൺ നല്ല പെർഫോമൻസ് ആയിരുന്നു, കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ആക്സൽ ഡിസാസ്റ്റർ ഒന്നും കാണിച്ചിട്ടുണ്ടായില്ല. ഒരൊറ്റ മൊമെന്റിൽ പുള്ളിക്കാരൻ അവരുടെ ഒരു പ്ലെയറിനെ ഓൺ സൈഡ് ആക്കിപ്പിച്ചു. പക്ഷെ അത് കാര്യമായിട്ട് നമ്മളെ ബാധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതല്ലാണ്ട് ദിസാസി ഹാഡ് എ ഡീസന്റ് പെർഫോമൻസ്, വേഗ ഡീസന്റ് പെർഫോമൻസ്, കുക്കുറെ ഹാഡ് എ ഗുഡ് പെർഫോമൻസ്. പക്ഷെ സ്റ്റാൻഡേർഡ് പെർഫോമറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷുഡ് ബി ജോഷ് അച്ചിയംപോങ്. വളരെ നല്ല പെർഫോമൻസ് ആണ്. പക്ഷെ സ്റ്റിൽ ഒരുപാട് ലേണിംഗ് കർവ് ഉണ്ട്. പുള്ളിക്കാരന്റെ ഡിഫൻസീവ് അവയർനെസ് കുറച്ചും കൂടി ഇംപ്രൂവ് ആവാനുണ്ട്. അത് എക്സ്പോസ്ഡ് ആയില്ല. ഒരു പ്രീമിയർ ലീഗ് ടീമിനെതിരെയൊക്കെ കളിക്കുമ്പോൾ അത് ചിലപ്പോൾ എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ചെക്കൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ബോൾ ക്യാരിയിങ് ആണ്. ഒരു ഫൊഫാനയുടെ അണ്ടർ സ്റ്റഡി. നല്ലോണം ഡ്രിബിൾ ചെയ്യുന്നുണ്ട്, നല്ലോണം പാസ് റേഞ്ച് ഉണ്ട്. നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് ചെക്കൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹി വാസ് റിയലി ഗുഡ്. അച്ചിയംപോങ്ങിനെ ഒരു പക്ഷേ ഫസ്റ്റ് ടൈം ഇത്രയും ക്ലോസ്ലി വാച്ച് ചെയ്തൊരു മത്സരം ഇതായിരിക്കും. ആൻഡ് ആ ഒരു പെർഫോമൻസ് കണ്ടാൽ തന്നെ അറിയാം എന്തുകൊണ്ടാണ് ചെൽസി പുള്ളിക്കാരനെ തന്നെ സൈൻ ചെയ്യിപ്പിക്കണം, അതായത് നമ്മുടെ ഇവിടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു വാശിയിൽ ഇരുന്നെന്നുള്ളത്. പിന്നെ സെസറ കാസറെ മോശമായിരുന്നില്ല. നമ്പർ 6 അല്ല അവന്റെ റോള്, അതുകൊണ്ട് ഹി വാസ് ഡീസന്റ് ദെയർ. ഡ്രൂസ്ബറി ഹോൾ ഹാഡ് എ ഗുഡ് പെർഫോമൻസ്. എൻകുങ്കു ഹാഡ് എ ഡീസന്റ് പെർഫോമൻസ്. ടൈറിക് ജോർജിന് അത്യാവശ്യം കുറച്ച് അവസരങ്ങൾ കിട്ടി. സെക്കൻഡ് ഹാഫിലും പുള്ളിക്കാരന് കുറച്ച് അവസരങ്ങളൊക്കെ കിട്ടി. കുഴപ്പമുണ്ടായിരുന്നില്ല. ഹി ലുക്സ് മോർ കോൺഫിഡൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ടൈറിക് ജോർജ് കുറെ കൂടെ കോൺഫിഡന്റ് ആയിട്ട് കളിക്കുന്ന പോലെ ഒരു പ്ലെയറിനെ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇനിയും റെഗുലർ ആയിട്ട് ഫസ്റ്റ് ടീമിൽ ഗെയിംസ് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഹി ലുക്സ് റിയലി കോൺഫിഡന്റ്. മാർക്ക് ഗിയു, ഐ തിങ്ക് ദ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ. 6 മില്യൺ ബാർഗെയിൻ, ഒരു കണക്കിന് മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയാം. കാരണം 2 ഗോളും പുള്ളിക്കാരൻ നേടിയെടുത്തത് ആ പുള്ളിക്കാരന്റെ പോച്ചിങ് ഇൻസ്റ്റിങ് കൊണ്ടും, മൂന്നാമത്തെ ഗോൾ നല്ലൊരു ഫിനിഷിംഗ് ആണ്. സോ ഒരു പ്യുവർ ക്ലാസിക് പോച്ചർ പെനൽറ്റി ബോക്സിൽ. പക്ഷെ ലോൺ വേണം, റെഗുലർ ഗെയിം ടൈം വേണം. പുള്ളിക്കാരൻ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഒരു 2 to 3 years റെഗുലർ ഗെയിം ടൈം ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഇമ്പ്രൂവ്ഡ് ആവുന്ന ഒരു സ്ട്രൈക്കറായി മാറും. നമുക്ക് 6 മില്യൺ ബാർഗെയിൻ ഇസ് ആൻ അബ്സല്യൂട്ട് സ്റ്റീൽ. എനിക്ക് ഓർമ്മയുണ്ട് മാർഗിയുവിന്റെ ഫസ്റ്റോ സെക്കൻഡ് ഗെയിമിൽ പുള്ളിക്കാരൻ ഒരു ഓപ്പൺ പോസ്റ്റ് മിസ് ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെ വളർന്ന് ഒരു ഹാട്രിക് അടിക്കുക, ഈവൻ ദോ ഒരു കോൺഫറൻസ് ലീഗ് ആണെങ്കിൽ പോലും ഒരു ഹാട്രിക് അടിക്കുക എന്ന് പറഞ്ഞ ഒരു പ്ലെയർക്ക് ഇതിൽ കൂടുതൽ കോൺഫിഡൻസ് തരുന്ന വേറെ കാര്യം. ആൻഡ് ദാറ്റ് വാസ് അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് ടു സീ. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഹാർവി ബെയിൽ വന്നു. ഹാർവി ബെയിലിന് അത്യാവശ്യം 1-2 കളിക്കാൻ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായി. കുക്കുറയെ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. എനിക്ക് തോന്നുന്നു ഇത് ഞാനീ പറയുമ്പോൾ പെട്ടെന്ന് പോച്ചറ്റീനോന്റെ ഒരു മത്സരത്തിൽ ഇതുപോലെ ഹാർവി ബെയിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുക്കുറേനെ ഓവർലാപ്പ് ചെയ്യുന്ന പോലെ ഒരു ഓർമ്മ എനിക്ക് വരുന്നു. അത്യാവശ്യം ഹാർവി ബെയിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാം റാക്കി സായി പുള്ളിക്കാരനൊരു ചാൻസ് കിട്ടി. പിന്നെ പുതിയൊരു പ്ലെയറിന് വില്യം എന്ന് പറഞ്ഞ ഒരു പ്ലെയറിന് ചാൻസ് കിട്ടി. ഒരുപാട് പേർക്ക് ഡെബ്യൂസ്, ചാറപറ ഡെബ്യൂസ്. അതോടെ തന്നെ നമുക്കിപ്പോൾ ഉറപ്പിക്കാം, ഐ തിങ്ക് ബെൻ ചിൽവെൽ ആൻഡ് കാർണെ ചുക്കോമെക്ക ഈസ് ഗോയിങ്. എനിക്ക് തോന്നുന്നു കാർണെ ചുക്കോമെക്ക മൈറ്റ് ബി സോൾഡ് ആൻഡ് ബെൻ ചിൽവെൽ ഡെഫിനറ്റ്ലി യെസ്, സെയിൽ അല്ലെങ്കിൽ ലോൺ. അടുത്ത സീസണിൽ സെയിൽ തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം നമുക്ക് ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോൾ ആ സ്പോട്ടിലുണ്ട്. ആൻഡ് ദീസ് 2 പ്ലേയേഴ്സ് പോകാൻ, സെസറ കാസറെ പോകാൻ ചാൻസ് കുറവാണ്.
കാരണം പുള്ളിക്കാരൻ റെഗുലർലി കളിക്കുന്ന സ്ഥിതി ആയതുകൊണ്ട്. പിന്നെ എന്നാലും ലോണി പോകുന്നതിൽ സർപ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം സാം റാക്സായി നമ്പർ 6 സ്ലോട്ട് കളിക്കുന്നത് കൊണ്ട് മേ ബി ഹി ഗെറ്റ്സ് ഇന്റഗ്രേറ്റഡ് മോർ ഇൻ ടു ദ ടീം. പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. ബട്ട് കാർണെ ചുക്കോമേക്ക ആൻഡ് ബെൻ ചിൽവെൽ ദെയർ ടൈം ഇസ് അപ്പ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ഒരു മത്സരത്തിൽ അവർ ടീമിൽ പോലുമില്ല. നേരെ മറിച്ച് മെറസ്ക ചറവറ പറയുന്ന പോലെ ഡെബ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, വിച്ച് ഇസ് അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. എനിക്ക് തോന്നുന്നു CFC സെന്ററിലാണ് പറഞ്ഞത്, നമ്മൾ ഇത്രത്തോളം മെറസ്കയുടെ അണ്ടറിൽ ഇത്രത്തോളം ഡെബ്യൂസ് അണ്ടർ 19 അണ്ടർ 21 നമ്മൾ കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ തന്നെ ഇത്രത്തോളം ഡെബ്യൂസ് നമ്മൾ ഒരുമിച്ച് കൊടുത്തിട്ടില്ല, 10 വർഷത്തോളം. സോ ലോട്ട് ഓഫ് ഡെബ്യൂസ്. അതോടെ തന്നെ മെറസ്കിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ പോച്ചറ്റിനോയുടെ സമയത്ത് നമ്മൾ മിഡിൽസ്ബ്രോ ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ കളി കാണുമ്പോൾ നമ്മൾ ആയിരിക്കും, എന്റെ പൊന്നളിയാ നാറ്റിക്കരുത്. ഓർമ്മയുണ്ടോ ബേൺലിക്കെതിരെയുള്ള ഒരു മത്സരം? നാറ്റിക്കരുത്, എങ്ങനെയെങ്കിലേക്ക് ജയിക്ക് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് കാണുന്നത്. പക്ഷെ ഇത് മെറസ്കയുടെ ഈ കളിയൊക്കെ കാണുമ്പോഴല്ലോ നമ്മളൊരു അഹങ്കാരത്തോടെയാണ് നമ്മൾ വാച്ച് ചെയ്തത്. നമ്മൾ ജയിക്കും, ഒരു 1-1 ആയിക്കഴിഞ്ഞാലും 1-1. ഞാൻ അവസാനം സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരു 75 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കളിയൊന്നും സീരിയസ്ലി കാണുന്നില്ല. അപ്പുറത്തെ ടോട്ടനം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാച്ച് റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അറിയായിരുന്നു ദിസ് ഗെയിം ഇസ് ഡോമിനേറ്റിംഗ്, വി ആർ ഗോയിങ് ടു വിൻ എന്നുള്ളത്. ആ ഒരു മെന്റാലിറ്റി, ആ ഒരു കോൺഫിഡൻസ് ടീമിലേക്ക് പുള്ളിക്കാരൻ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാലും അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. ഒന്നുമില്ല, ആസ് എ ചെൽസി ഫാൻ ടു സീ വി ആർ പ്ലേയിങ് ലൈക്ക് എന്താ പറയുക, ഒരു ട്രൂ ചാമ്പ്യൻസ് അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റിയിൽ കളിക്കുന്നത് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ വളരെ വളരെ സന്തോഷം ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് എൻ്റെ വീഡിയോയിലെ കൺക്ലൂഷനും. കാരണം ഇങ്ങനത്തെയൊക്കെ മത്സരങ്ങൾ നമ്മൾ എങ്ങനെയാണോ ഡോമിനേറ്റ് ചെയ്ത് കളിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നു. എതിർ ടീമുകൾക്ക് വളരെ കുറച്ച് ചാൻസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ ഈ ഒരു ലീഗിൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നുള്ള ആശംസയിൽ നിൽക്കുന്നു. വെരി സ്ട്രോങ് പെർഫോമൻസ്. എവർട്ടൺ ആയിട്ടുള്ള ഒരു മത്സരം ഇനി വരുന്നുണ്ട്. ദാറ്റ് വിൽ ബി എ ഡബിൾ ലോ ബ്ലോക്ക് ടീമായിട്ട്. അതെങ്ങനെ മെറസ്ക സെറ്റപ്പ് ചെയ്യാനെന്ന് കാണാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുന്നു. എനിവേ ഓവറോൾ വെരി വെരി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്, വെരി വെരി ഹാപ്പി വിത്ത് ദ റിസൾട്ട്. മാർഗിങ്ങിന് ഒരു ഹാട്രിക്, ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി, സം റെഗുലർ ഫസ്റ്റ് ടീം പ്ലേയേഴ്സിന് കുറെ ഗെയിം ടൈം കിട്ടുന്നു, ഫെലിക്സ് വരുന്നു, അത്യാവശ്യം കുറച്ച് ഇമ്പാക്ട് ഒക്കെ ഉണ്ടാക്കുന്നു. സോ ഓവറോൾ എവറിബഡി gets involved into the team. Very very good to see, so happy to see. Do let me know guys നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea Car.